ഇനി ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കാര്യം നടക്കുന്നത് ഈ നിപ്പ ബാധയുമായി ബന്ധപ്പെട്ടാണ്. നിപ്പ ബാധിച്ച് പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവതിയുടെ നില ഗുരുതരമായി തുടരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കടുത്ത പനിയും ശ്വാസമുട്ടലും ഒക്കെ യുവതിക്കുണ്ട്. വെന്റിലേറ്ററിൽ തുടരുകയാണ്. തച്ചമ്പാറ പഞ്ചായത്തിലെ 5 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോൺ ആക്കിയിട്ടുണ്ട്. യുവതിയുടെ സമ്പർക്ക പട്ടികയിൽ ആർക്കും രോഗലക്ഷണമില്ലെന്ന് ജില്ലാ കളക്ടർ ജി പ്രിയങ്ക പറഞ്ഞു. ഇന്നലെ 38 വയസ്സുടെ തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ 8 ഒരു കേസാണ് സസ്പെക്റ്റഡ് ഡീപ്പ കേസായിട്ട് വന്നിട്ടുള്ളത്. അദ്ദേഹം ഇപ്പോൾ മൗലാന ഹോസ്പിറ്റലിലാണ് ഉള്ളത്, വെന്റിലേറ്ററിലാണ്. അവരുടെ സാമ്പിൾ NIV പൂനെയിലേക്ക് അയച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം കൺഫർമേഷൻ വരും. ഇന്ന് വൈകിട്ടാണ് കൺഫർമേഷൻ വരാൻ പോകുന്നത്. അജിത് ബാബു ഉണ്ട് പാലക്കാട് നിന്ന്. അജിത്ത്, ഈ യുവതിയുടെ ആരോഗ്യനില സംബന്ധിച്ച വിവരം വേണം ഏറ്റവും ആദ്യം. പിന്നീട് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ എങ്ങനെയാണ് കൂടുതൽ ക്രമീകരണങ്ങൾ അവിടെ ഒരുക്കിയിരിക്കുന്നത്? മറ്റൊന്ന്, ഈ രോഗത്തിൻ്റെ ഉറവിടം സംബന്ധിച്ചുള്ള ആശങ്കയാണ്. സേതുലക്ഷ്മി, ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. കഴിഞ്ഞ മാസം 25-ാം തീയതിയാണ് പനി ആരംഭിക്കുന്നത്, പനിയുടെ ലക്ഷണങ്ങൾ ആരംഭിക്കുന്നത്. പിന്നീട് പാലക്കാട് വിവിധ ആശുപത്രികളിൽ ചികിത്സയ്ക്കായി സമീപിച്ചു. മണ്ണാർക്കാട് കേന്ദ്രീകരിച്ചുള്ള ആശുപത്രികളിലാണ് ഇത്തരത്തിൽ ചികിത്സയ്ക്കായി സമീപിച്ചത്. പനി കുറയാത്തതിനെ തുടർന്നാണ് തുടർന്ന് ഇത്തരത്തിൽ ഈ നമ്മൾ സൂചിപ്പിച്ച പോലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തുകയും അവിടെ വെച്ചിട്ടാണ് ഇത്തരത്തിൽ സംശയം ഉണ്ടാകുകയും പിന്നീട് പ്രാഥമികമായ നടപടികൾ നടക്കുകയും ചെയ്തു. ഇപ്പോഴും വെന്റിലേറ്ററിൽ തുടരുകയാണ്. ഗുരുതരമായ ആരോഗ്യ സ്ഥിതി തന്നെയുള്ളതാണെന്നാണ് ഡോക്ടർമാർ ഇപ്പോഴും പറയുന്നത്. ആരോഗ്യ രംഗത്തുള്ള പ്രധാനപ്പെട്ട ആളുകളോടൊക്കെ സംസാരിക്കുമ്പോഴും പറയുന്നത് കടുത്ത ശ്വാസം മുട്ടൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതി ഇല്ല എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. 2, ഇതിൻ്റെ ഉറവിടവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഈ പ്രദേശത്താകെ തന്നെ വവ്വാലുകളുടെ സാന്നിധ്യം വളരെ കൂടുതലാണ് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി മനസ്സിലാക്കുന്നത്. നമ്മൾ അന്വേഷിക്കുമ്പോഴൊക്കെ തന്നെ നാട്ടുകാരൊക്കെ തന്നെയും പറയുന്നത് വവ്വാലുകൾ വലിയധികമുള്ള പ്രദേശമാണെന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല, നമുക്ക് അവിടെ നിന്ന് ആളുകൾ അയച്ചു തരുന്ന ദൃശ്യങ്ങളൊക്കെ പ്രധാനമായും അത്തരത്തിൽ വവ്വാലുകളുടെ ഒരു കൂട്ടം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഈ പ്രദേശത്താകെ വവ്വാലുകളുടെ സ്വാധീനം കൂടുതലാണ് എന്നുള്ളതാണ്. 3, ഈ പ്രധാനമായും ഈ പ്രദേശത്താകമാനം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ തച്ചനാട്ടുകരയിൽ അതുപോലെ തന്നെ കരിമ്പുഴ പഞ്ചായത്തിലുമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. തച്ചനാട്ടുകരയിൽ 4 വാർഡുകളും തുടരുകയാണ് യുവതിയുടെ ആരോഗ്യനില. ഒപ്പം സംസ്ഥാനത്ത് വീണ്ടും നിപ്പ ബാധ സ്ഥിരീകരിക്കപ്പെട്ടത് ആരോഗ്യ മേഖലയ്ക്കും കേരളത്തിനുമൊക്കെ വീണ്ടും കൂടുതൽ ആശങ്ക വരുത്തുന്ന കാര്യവുമാണ്. അജിത് ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.